ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്ന RRB JE CBT 2 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും. അപ്പോൾ അതിലെ ഇലക്ട്രിക്കൽ വെൽഡിംഗ് എന്ന ടോപ്പിക്കിലുള്ള കുറച്ച് MCQs നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Question number 1. What is the order of temperature generated at the anode during arc generation in electrical arc welding? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓർഡർ ഓഫ് ടെമ്പറേച്ചർ അല്ലേ, എന്തിൻ്റെ generated at the anode during arc generation in ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്ങിലുള്ള എന്താണ് ഓർഡർ ഓഫ് ടെമ്പറേച്ചറിൻ്റെ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ എ 4500 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 2000 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 6000 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 3500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്? ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ ആർക്ക് ടു ക്രിയേറ്റ് ഹീറ്റ് ടു മെൽറ്റ് ആൻഡ് ജോയിൻ മെൽറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അറ്റ് ആനോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആർക്ക് ജനറേറ്റ് ചെയ്യില്ലേ, നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടില്ലേ എങ്ങനെയാണ് വെൽഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഡ്യൂറിങ് ദ ആർക്ക് ജനറേഷൻ ഇൻ ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്ങിൽ അവിടെ എന്താണ്, ഒരു ആർക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ ദ ടെമ്പറേച്ചർ ഓഫ് ആനോഡ് ക്യാൻ ബി എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ. അതിൻ്റെ ആനോഡിന് എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, അതുപോലെ എന്താണ്, ഇറ്റ് ഡയറക്ട്ലി എഫക്ട് ദ മെൽറ്റിംഗ് ആൻഡ് വെൽഡിംഗ് പ്രോസസ്സ്. അതെന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ മെൽറ്റിങ്ങിനെയും അല്ലെങ്കിൽ എന്താണ് വെൽഡിംഗ് പ്രോസസ്സിനെയും അത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചർ എത്രയായിരിക്കും? ടിപ്പിക്കലി അറൗണ്ട് ഏത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വരുന്നത്? 6000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ആനോഡിൽ വരുന്ന എന്താണ് ടെമ്പറേച്ചർ, നമ്മൾ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്ങിലെ ടെമ്പറേച്ചർ അറ്റ് ദ ആനോഡ് ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ടിപ്പിക്കലി അറൗണ്ട് എത്രയായിരിക്കും? അവിടെ 6000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. എത്രയാണത്? 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ആർക്ക് വെൽഡിംഗ്? ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഏത് ജനറേറ്റേഴ്സ് ആണ്? ഓപ്ഷൻ എ ഷണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ബി സീരീസ് ജനറേറ്റർ, ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ ഏത് ജനറേറ്ററാണ് നമ്മളുടെ ആർക്ക് വെൽഡിംഗ് അപ്ലിക്കേഷൻസ്? എപ്പോഴും നമ്മൾ ജനറേറ്റേഴ്സ് പഠിക്കുമ്പോൾ അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഷിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു അപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്, ആർക്ക് വെൽഡിങ്ങിലെ ഏത് ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളത്. അത് ഏതാണ്? നമ്മളുടെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ് അല്ലേ. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ് നമ്മൾ സാധാരണയായിട്ട് എന്തിൽ യൂസ് ചെയ്യുന്നത്? ആർക്ക് വെൽഡിംഗ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ, അതുകൊണ്ടല്ലേ അതിനകത്ത് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഷണ്ട് ജനറേറ്റർ ആണെങ്കിൽ എന്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക? ബാറ്ററി ചാർജിങ്ങിലാണ്. സീരീസ് ജനറേറ്റർ ആണെങ്കിൽ എന്താണ്? പുവറസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ അപ്ലിക്കേഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ അപ്ലിക്കേഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആർക്ക് വെൽഡിംഗ് ഏതിലാണ്, ഏത് ജനറേറ്ററാണ് ആർക്ക് വെൽഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. ഏതാണ്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ ട്രാൻസ്ഫോമർ യൂസ്ഡ് ഫോർ AC വെൽഡിംഗ് സെറ്റ്. അതായത് ഒരു AC വെൽഡിംഗ് സെറ്റിൽ യൂസ് ചെയ്യുന്ന അല്ലെ, AC വെൽഡിംഗ് സെറ്റ്സിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏതാണെന്നാണ്. ഏതായിരിക്കും? ഓപ്ഷൻ എ ബൂസ്റ്റർ ടൈപ്പ്, ഓപ്ഷൻ ബി സ്റ്റെപ്പ് അപ്പ് ടൈപ്പ്, ഓപ്ഷൻ സി സ്റ്റെപ്പ് ഡൗൺ ടൈപ്പ്, ഓപ്ഷൻ ഡി ഈക്വൽ ടേൺ റേഷ്യോ ടൈപ്പ്. ഏതായിരിക്കും? കോമൺ ആയിട്ട് നമ്മൾ AC വെൽഡിംഗ് സെറ്റിൽ എന്താണ് സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 3 ഫേസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലേ, അതാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സാധാരണ ഏതിലാണ് AC വെൽഡിംഗ് സെറ്റിൽ യൂസ് ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിൽ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ എന്താണ് 3 ഫേസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പവർ ഫാക്ടർ വന്നിട്ട് 0.3 to 0.4 ആ റേഞ്ചിലാണ്. അതുകൂടാതെ എന്താണ്, ലോ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ എന്താണ്, ദ വെൽഡിംഗ് ട്രാൻസ്ഫോമർ ആർ എയർ ഓർ ഓയിൽ കൂൾഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? AC വെൽഡിംഗ് സെറ്റിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ടൈപ്പ് ആണ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ഡൗൺ ടൈപ്പ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. Question number 4. What is the alternate name of arc welding? ആർക്ക് വെൽഡിങ്ങിൻ്റെ വേറൊരു നെയിം എന്താണ് അല്ലേ? ആർക്ക് വെൽഡിങ്ങിൻ്റെ വേറൊരു നെയിം, ആൾട്ടർനേറ്റ് നെയിം എന്താണ്? ആൾട്ടർനേറ്റ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കണം, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആൾട്ടർനേറ്റ് നെയിം ആണ്. ഓപ്ഷൻ എ പ്രഷർ വെൽഡിംഗ്, ഓപ്ഷൻ ബി ബട്ട് വെൽഡിംഗ്, ഓപ്ഷൻ സി നോൺ പ്രഷർ വെൽഡിംഗ്, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് വെൽഡിംഗ്. ഏത് വെൽഡിംഗ് ആണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ വേറൊരു നെയിം ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്? ഏതാണ്? അപ്പോൾ ഏതാണ് ആൾട്ടർനേറ്റ് നെയിം? നോക്കിയേ, പ്ലാസ്റ്റിക്
or non-fusion welding. അല്ലേ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്താണ് നോൺ ഫ്യൂഷൻ വെൽഡിങ്. അതായത് നോൺ ഫ്യൂഷൻ വെൽഡിങ്ങിൻ്റെയൊക്കെ അനദർ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എന്താണ് പ്ലാസ്റ്റിക് എന്ന് പറയും കേട്ടോ. മെറ്റൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ എന്താണ് നോൺ പ്രഷർ വെൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ അല്ലേ, ഫ്യൂഷൻ ഓർ എന്താണ് നോൺ പ്രഷർ വെൽഡിങ് എന്നാണ് പറയപ്പെടുന്നത് ആർക്ക് വെൽഡിങ്ങിൻ്റെ. പിന്നെ കോൾഡ് വെൽഡിങ്, 3 ടൈപ്പ് ഓഫ് വെൽഡിങ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫ്യൂഷൻ വെൽഡിങ്ങിനെ മെറ്റീരിയൽസ് അറ്റ് എ ജോയിൻറ്റ് ഈസ് ഹീറ്റഡ് ടു എ മോൾട്ടൻ സ്റ്റേറ്റ് ആൻഡ് അലൗഡ് ഫോർ ടു സോളിഡിഫൈ. ദിസ് ഇൻക്ലൂഡ് ഗ്യാസ് വെൽഡിങ്, ആർക്ക് വെൽഡിംഗ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഈ ഫ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് നോൺ പ്രഷർ വെൽഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അതായത് ഫ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് നോൺ പ്രഷറിങ് വെൽഡിങ്ങിനകത്ത് വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഏതൊക്കെയാണെന്ന്. ഗ്യാസ് വെൽഡിങ് അല്ലേ, എന്താണെന്ന് ഗ്യാസ് വെൽഡിങ് അല്ലെങ്കിൽ എന്താണ് ആർക്ക് വെൽഡിംഗ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഫ്യൂഷൻ അല്ലെങ്കിൽ നോൺ പ്രഷർ വെൽഡിങ്ങിൻ്റെ. നോക്കിയേ ഇവിടെ നോക്കൂ, റെസിസ്റ്റൻസ് വെൽഡിങ്, നോക്ക് തെർമിറ്റ് വെൽഡിങ്, ഗ്യാസ് വെൽഡിംഗ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? അതും എന്താണ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്താണ് നോൺ ഫ്യൂഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഗ്യാസ് വെൽഡിംഗ് രണ്ടിലും വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. പിന്നെ കോൾഡ് വെൽഡിംഗ് നോക്കിയത് പ്രോസസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ വെൽഡിംഗ് നോൺ ഫെറസ് ഷീറ്റ് മെറ്റലിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് ഈ കോൾഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ വേറൊരു ആൾട്ടർനേറ്റ് നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോട്ട് ചെയ്യുക അത് ഏതാണ്? ആൾട്ടർനേറ്റ് നെയിം ഓഫ് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രഷർ വെൽഡിംഗ് ആണ്. നോൺ പ്രഷർ വെൽഡിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വെൽഡിംഗ് ജനറേറ്റർ ക്യാൻ പ്രൊഡ്യൂസ് ഡാഷ്. വെൽഡിംഗ് ജനറേറ്റർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ബോത്ത് എ സി ആൻഡ് ഡി സി, ഓപ്ഷൻ ബി ഡി സി ഓൺലി, ഓപ്ഷൻ സി എ സി ഓൺലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ വെൽഡിംഗ് ജനറേറ്റർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോത്ത് എ സി ആൻഡ് ഡി സി കേട്ടോ. എന്താണ് ഡി സിയും എ സിയും വെൽഡിംഗ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെൽഡിംഗ് ജനറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആണ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. അപ്പോൾ കറന്റ് സപ്ലൈഡ് ബൈ ഡി സി ജനറേറ്റർ ഈസ് ആൾട്ടർനേറ്റിംഗ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഡയറക്റ്റ് ക്വാണ്ടിറ്റി ബൈ യൂസിങ് എന്നിൽ വെച്ചിട്ടാണ് കമ്മ്യൂട്ടേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ വെൽഡിംഗ് ജനറേറ്റർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് എ സി ആൻഡ് ഡി സിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Question number 6. Which of the following is not a type of resistance welding? താഴെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് നോട്ട് എ ടൈപ്പ്? ക്വസ്റ്റ്യൻ വായിക്കണം. ഏതാണ് നോട്ട് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കാർബൺ ആർക്ക് വെൽഡിംഗ്, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ വെൽഡിംഗ്, ഓപ്ഷൻ സി സ്റ്റീം വെൽഡിംഗ്, ഓപ്ഷൻ ഡി ഫ്ലാഷ് വെൽഡിംഗ്. ഏതാണ് ഇറ്റ്സ് നോട്ട് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത്? ഏതാണ് അത്? കാർബൺ ആർക്ക് വെൽഡിംഗ് ആണ് കേട്ടോ. ഏതാണ്? കാർബൺ ആർക്ക് വെൽഡിംഗ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് മെറ്റലിൽ ജോയിൻ ചെയ്യുന്നതാണ് അല്ലേ, ഹീറ്റ് കൊടുത്തിട്ടൊക്കെ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് നോക്കൂ. റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽസ് ടുഗദർ ബൈ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു റെസിസ്റ്റൻസ് ഓഫേർഡ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് അറ്റ് എ ജംഗ്ഷൻ ഓഫ് ടു മെറ്റൽസ്. അപ്പോൾ ഏതാണ് നമ്മളുടെ ഈ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്? നോക്കിക്കേ ഏതൊക്കെയാണ് നോക്കൂ. സ്പോട്ട് വെൽഡിംഗ്, സ്റ്റീം വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ്, ഫ്ലാഷ് വെൽഡിംഗ്. ഫ്ലാഷ് വെൽഡിംഗ് എന്തിൻ്റെ ഒരു ടൈപ്പാണ്? ഈ ബ്ലഡ് വെൽഡിങ്ങിൻ്റെയാണ് അല്ലേ. അപ്പോൾ കാർബൺ ആർക്ക് വെൽഡിംഗ് താഴെ തന്നിട്ടുള്ളതിൽ നമ്മൾ നോക്കിയേ പ്രൊജക്ഷൻ വെൽഡിംഗ്, സ്റ്റീം വെൽഡിംഗ്, ഫ്ലാഷ് വെൽഡിംഗ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്? നമ്മളുടെ ഈ ഒരു റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. പക്ഷെ നോക്കൂ നമ്മുടെ കാർബൺ ആർക്ക് വെൽഡിംഗ് എന്തിൽ വരില്ല? അത് റെസിസ്റ്റൻറ്റ് വെൽഡിങ്ങിലല്ല. അത് എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഒരു ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് നമ്മളുടെ ഈ കാർബൺ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻസും നന്നായി പഠിച്ചു പോകണം. കാരണം ഇങ്ങനത്തെയുള്ള ഡിഫറെൻറ്റ് എന്താണ് ഏതാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് അല്ലാത്തത് ഏതാണ്, കാർബൺ ആർക്ക് വെൽഡിംഗ് അല്ലാത്തത് ഏതാണെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Next question number 7. The power factor of a spot welding machine is expected to be around. എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളുടെ സ്പോട്ട് വെൽഡിംഗ് ഇല്ലേ, ആ സ്പോട്ട് വെൽഡിങ്ങിൻ്റെ പവർ ഫാക്ടർ അല്ലേ. സ്പോട്ട് വെൽഡിംഗ് മെഷീൻ്റെ എന്താണ് പവർ ഫാക്ടറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം ഏത് റേഞ്ച് ആണെന്നുള്ളത്. അപ്പോൾ നോക്കിയേ ഓപ്ഷൻ എ 0.3 to 0.5 ലീഡിങ്, ഓപ്ഷൻ ബി യൂണിറ്റി, ഓപ്ഷൻ സി 0.8 ലാഗിങ്, ഓപ്ഷൻ ഡി 0.3 to
0.5 ലാഗിങ്. അപ്പോൾ ഏതാണ് വരുന്നത്? പവർ ഫാക്ടർ ഓഫ് സ്പോട്ട് വെൽഡിംഗ് ഓഫ് എ മെഷീൻ എന്ന് പറയുന്നത് നിയർലി എത്രയാണ്? 0.3 to 0.5 ലാഗിങ് ആണ്. എത്രയാണ്? 0.3 to 0.5 ലാഗിങ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വന്നിട്ട് അത് ലെസ് ദാൻ 8 വോൾട്ടേജ് ആണ്. അതുപോലെ കറണ്ട് റേറ്റിംഗ് വന്നിട്ട് 5000 ആംപിയർ ആണ്. പവർ ഫാക്ടർ നിയർലി എത്രയാണെന്ന് അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 0.5 to 0.5 ലാഗിങ് ആണ്. മെയിനായിട്ട് അത് അവിടെ യൂസ് ചെയ്യുന്നത് കാർ ബോഡിയുടെ വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റേഞ്ച് കിട്ടിയില്ലേ സ്പോട്ട് വെൽഡിങ്ങിൻ്റെ? മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോട്ട് വെൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വെൽഡ് ചെയ്യുക. അതായത് മെറ്റൽ ഷീറ്റിനെ വെൽഡ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബൈ അപ്ലൈയിങ് പ്രഷർ ആൻഡ് ഹീറ്റ് ഫ്രം എൻ ഇലക്ട്രിക് കറന്റ് ടു വെൽഡ് ഏരിയ. നമ്മൾ എവിടെയാണോ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിലേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? പ്രഷറും അതുപോലെ ഹീറ്റും അങ്ങോട്ട് കൊടുത്തിട്ടാണ് അത് വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നും വോൾട്ടേജ് വന്നിട്ട് എപ്പോഴും എങ്ങനെയായിരിക്കണം? ലെസ് ദാൻ 8 വോൾട്ടേജ് ആയിരിക്കണം. കറണ്ട് 5000 ആംപിയർ ആയിരിക്കും. പവർ ഫാക്ടർ വന്നിട്ട് 0.3 to 0.5 ആണ്. മെയിനായിട്ട് എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഈ സ്പോട്ട് വെൽഡിംഗ് ഓഫ് എ കാർ ബോഡിയിലാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. A single phase AC arc welding transformer supplies approximately. എന്താണ് ഒരു സിംഗിൾ ഫേസ് AC ആർക്ക് വെൽഡിങ്ങിൻ്റെ ഉള്ള ട്രാൻസ്ഫോമർ സപ്ലൈഡ് അപ്രോക്സിമേറ്റ്ലി എങ്ങനെയാണെന്നാണ്. ഓപ്ഷൻ എ 100 volt at 0.35 പവർ ഫാക്ടർ. ഓപ്ഷൻ ബി 60 volt at 0.35 പവർ ഫാക്ടർ. ഓപ്ഷൻ സി 220 volt at 0.8 പവർ ഫാക്ടർ. ഓപ്ഷൻ ഡി 100 volt at 0.6 പവർ ഫാക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്ങിൽ നമുക്കറിയാം എന്താണ് AC-യിലും അതുപോലെ DC-യിലും നമ്മളത് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ വോൾട്ടേജിൻ്റെ റേഞ്ചാണ് അല്ലേ? അതിൻ്റെ സിംഗിൾ ഫേസ് AC ആർക്ക് വെൽഡിങ് ട്രാൻസ്ഫോമർ സപ്ലൈസ് എങ്ങനെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിയർലി എത്രയാണ്? 100 volt to at 0.35 പവർ ഫാക്ടർ ആണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. എത്രയാണ്? 100 volt at 0.35 പവർ ഫാക്ടറിലാണത് വരുന്നതെന്ന് നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 9. If T is the thickness of the sheet, the tip diameter for spot welding is usually. നമ്മൾ സ്പോട്ട് വെൽഡിങ് ലാസ്റ്റ് കണ്ടില്ലേ? നമ്മൾ കണ്ട ഓരോന്നിനും അതിൻ്റെ വോൾട്ടേജ് പവർ ഫാക്ടർ ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? കറണ്ട് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഷീറ്റിൻ്റെ തിക്നെസ് T ആണെങ്കിൽ അതിൻ്റെ ടിപ്പ് ഡയമീറ്റർ ഓഫ് സ്പോട്ട് വെൽഡിങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും യൂഷ്വലി? ഓപ്ഷൻ എ 2T, ഓപ്ഷൻ ബി √T, ഓപ്ഷൻ സി T, ഓപ്ഷൻ ഡി 1/T. ഏതായിരിക്കും? തിക്നെസ് T ആവുമ്പോൾ ആ ഷീറ്റിൻ്റെ ടിപ്പ് ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ എ ആണ്. അത് എത്രയാണ്? 2T ആണ് കേട്ടോ. ഡബിൾ ആയിരിക്കും. 2T ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ T ഈസ് എ തിക്നെസ് ഓഫ് എ ഷീറ്റ്. ദ ടിപ്പ് ഡയമീറ്റർ ഫോർ സ്പോട്ട് വെൽഡിങ് ഈസ് യൂഷ്വലി നിയർലി എത്രയാണത്? 2T ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ അഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ ആർക്ക് വെൽഡിങ്? താഴെ തന്നിട്ടുള്ള നോക്കിയേ, ഏതാണ് നമ്മുടെ കാർബൺ ആർക്ക് വെൽഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഈസി കൺട്രോൾ ഓഫ് മോൾട്ടൻ പൂൾ ടെമ്പറേച്ചർ സിംപ്ലി ബൈ വേരിയിങ് ദ ആർക്ക് ലെങ്ത്. അടുത്ത ഈസിലി അഡാപ്റ്റബിൾ ടു ഓട്ടോമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 2 അഡ്വാൻറ്റേജസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തറിയണം? അഡ്വാൻറ്റേജ് അറിയണമെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഒരു കാർബൺ ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നോക്കിയേ, ദ ഹീറ്റ് ഡെവലപ്പ് ഡ്യൂറിങ് ദ വെൽഡിങ് ക്യാൻ ബി ഈസിലി കൺട്രോൾ ബൈ അഡ്ജസ്റ്റിംഗ് ദ ലെങ്ത് ഓഫ് ആർക്ക്. നമുക്ക് ആർക്കിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? അടുത്ത നോക്കിയേ, ഇറ്റ് ഈസ് ക്വൈറ്റ് ക്ലീൻ, സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ് വെൻ കമ്പയർഡ് ടു അതർ വെൽഡിംഗ് പ്രോസസ്സ്. വേറെ വെൽഡിംഗ് പ്രോസസ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്? വളരെ ക്ലീൻ ആണ്, സിമ്പിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? ബോത്ത് ദ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ ക്യാൻ ബി വെൽഡഡ്. നമുക്കിവിടെ ഫെറസും അതുപോലെ നോൺ ഫെറസ് മെറ്റൽസിനെയൊക്കെ എന്ത് വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും? ഈ കാർബൺ ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ വെൽഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറയുന്നത്? ഈസിലി അഡാപ്റ്റബിൾ ടു ഓട്ടോമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ അഡ്വാൻറ്റേജസിൽ തന്നിട്ടില്ലേ സ്റ്റേറ്റ്മെൻറ്റിൽ? നോക്കിയേ, ഈസിലി അഡാപ്റ്റബിൾ ടു ഓട്ടോമേഷൻ ആണ്, ഈസി കൺട്രോൾ ഓഫ് മോൾട്ടൻ പൂൾ ടെമ്പറേച്ചർ സിംപ്ലി ബൈ വേരിയിങ് ദ ആർക്ക് ലെങ്ത്. രണ്ടും എന്തിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്? നമ്മളുടെ കാർബൺ ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്?
ബോത്ത് 1 and 2 സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഓരോ വെൽഡിങ്ങിൻ്റെയും വെൽഡിങ് പഠിക്കുമ്പോൾ നോട്ട് ചെയ്യുക എന്തൊക്കെ ടൈപ്സ് ഓഫ് വെൽഡിങ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ക്ലാസിഫിക്കേഷൻസ് നോക്കുക, അതിലെ ഓരോ വെൽഡിങ്ങിൻ്റെയും അപ്ലിക്കേഷൻസ് നോക്കുക, പിന്നെ അഡ്വാൻറ്റേജസ് നോക്കുക, അതിൻ്റെ ഡ്രോബാക്സ് നോക്കുക, അതിൻ്റെ ടെമ്പറേച്ചർ, കറൻറ്റ്, അതുപോലെ വോൾട്ടേജ്, പവർ ഫാക്ടർ, എല്ലാ കാര്യങ്ങളും ഓരോ പോയിന്റ് നമുക്ക് തിയറി പോർഷൻ ആണല്ലേ ഇത്. അപ്പോൾ ഓരോ പോയിന്റുകളും നന്നായി നോക്കി പോവുക, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാം. കാരണം എന്താണ്, ഇതൊരു തിയറിറ്റിക്കൽ പോർഷനാണ്, അതായത് പ്രോബ്ലമാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്, ഈസി ആയിട്ട് ഓരോ പോയിന്റുകളും നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ, ഏതൊക്കെ ഏരിയയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.